സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന തൻ്റെ യൗവനത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന വാചകം ഇങ്ങനെയാണ്: നിരവധിയായ കറുത്ത വികാരങ്ങളുടെ അഗ്നിയിൽപ്പെട്ട് എൻ്റെ യൗവനം കത്തിയമർന്ന കാലം. അതിൽ എൻ്റെ സൗന്ദര്യം കത്തിക്കരിഞ്ഞുപോയി. ഞാൻ വിരൂപനായി തീർന്നു. തന്നെ വിരൂപനാക്കിയ 4 മേഖലകളെക്കുറിച്ച് അഗസ്റ്റിൻ എടുത്തു പറയുന്നുണ്ട്. 1. ആസക്തികൾ കൊണ്ട്, 2. അഹങ്കാരം കൊണ്ട്, 3. അമിതമായ ആകുലതകൾ കൊണ്ട്, 4. അന്ധവിശ്വാസങ്ങൾ കൊണ്ട്. ഈ ആസക്തികൾ നിറഞ്ഞ കാലം ഈ പുസ്തകത്തിലെയും അഗസ്റ്റിൻ്റെ ജീവിതത്തിലെയും ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന കാലമാണ്. അഗസ്തീനോസ് എഴുതുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് എനിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. 13 വർഷക്കാലത്തോളം അവൾ എൻ്റെ കൂടെ താമസിച്ചു. ഞങ്ങൾ ലീഗലായിട്ടുള്ള മാരേജ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആ സ്ത്രീയുമായി ഞാൻ തുടർന്നു. ഈ സ്ത്രീയുടെ പേര് ഈ ആത്മകഥയിൽ ഒരിടത്തും എടുത്തു പറയുന്നില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ അഗസ്റ്റിന് ഒരു കുഞ്ഞു പിറക്കുന്നുണ്ട്. അദേവദാത്തൂസ് എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര്. ഇതിനർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ഈ കുഞ്ഞിന് അഗസ്റ്റിൻ പേരിട്ടത്. പിന്നീട് ഈ സ്ത്രീ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയതായും നാം വായിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തെയാണ് അഗസ്റ്റിൻ കൂടുതലായിട്ടും കറുത്ത വികാരങ്ങളിൽ എൻ്റെ യൗവനം കത്തി അമർന്ന കാലമെന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതായി അഹങ്കാരം തലയ്ക്ക് പിടിച്ച കാലമാണ്. ഹോർട്ടൻസൂസ് എന്ന ഗ്രന്ഥം വായിക്കുവാൻ ഇടയായി. തത്വശാസ്ത്രത്തിൻ്റെ മാഹാത്മ്യമാണ് അതിലെ പ്രതിപാദ്യം. അതിൽ ക്രിസ്തുവിൻ്റെ പേര് കാണാത്തതുമൂലം ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ബുദ്ധിരാക്ഷസനായ അഗസ്റ്റിന് ലളിതമായ ഭാഷയിൽ എഴുതിയ ബൈബിളിനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഹോർട്ടൻസൂസ് എന്ന പുസ്തകം തുലനം ചെയ്യാൻ പോലും ബൈബിളിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞു. ബൈബിൾ മാറ്റിവെച്ചു. പിന്നീട് 20ാമത്തെ വയസ്സിൽ അഗസ്റ്റിൻ വായിച്ചത് അരിസ്റ്റോട്ടിലിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്ന 10 വാല്യങ്ങളുള്ള പുസ്തകമാണ്. ആരുടെയും സഹായം കൂടാതെ അഗസ്റ്റിൻ ഒറ്റയ്ക്ക് വായിച്ചു തീർത്തു. ബുദ്ധിരാക്ഷസനായിരുന്നു. പ്രസംഗകലയിൽ പ്രാവീണ്യം, ഗണിതശാസ്ത്രം, തർക്കശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ക്ഷേത്രശാസ്ത്രം ഇപ്രകാരം അറിവ് നേടിയ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ. അതുകൊണ്ട് തന്നെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. രാജപദവിയിലുള്ള പലരിൽ നിന്നും അംഗീകാരം കിട്ടി. വൃദ്ധനായ ഒരു രാജാവിൻ്റെ പ്രതിനിധി സൗമ്യമായിട്ട് തലയിൽ ഒരു കിരീടം ചാർത്തി കൊടുക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, ഈ ജ്യോതിഷം കൊണ്ടൊന്നും ഒരു പ്രയോജനവും നിനക്കുണ്ടാവുകയില്ല. പിന്നീട് അഗസ്റ്റിൻ പറയുന്നുണ്ട്, എൻ്റെ 26ഉം 27ഉം വയസ്സുകളിലായിട്ട് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് 2ഉം 3ഉം പുസ്തകങ്ങൾ എഴുതി. ഈ ലോകത്തിലെ വസ്തുക്കളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതിയ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അത് എൻ്റെ അഹങ്കാരത്തിൻ്റെ കാലമായിരുന്നു. മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ടിനെ ഓർത്ത് നിരാശപ്പെടുന്ന ഒരു അഗസ്റ്റിൻ്റെ ചിത്രമുണ്ട്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആത്മാവിൻ്റെ പകുതി എന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഈ കൂട്ടുകാരൻ മരണക്കിടക്കയിലായപ്പോൾ മാമോദിസ സ്വീകരിച്ചു. നമുക്കറിയാം, അഗസ്റ്റിൻ ഇതുവരെ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. ഈ കൂട്ടുകാരൻ മരണക്കിടക്കയിൽ അബോധാവസ്ഥയിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ അഗസ്റ്റിൻ കളിയാക്കി ചിരിച്ചു. ഇവൻ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ പരിപാടി കണ്ടിട്ട്. പക്ഷേ അഗസ്റ്റിൻ്റെ ചിന്തകളെല്ലാം വെട്ടിച്ചുകൊണ്ട് ഈ കൂട്ടുകാരൻ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഈ സ്വീകരിച്ച മാമോദിസയെക്കുറിച്ച് അഗസ്റ്റിൻ കളിയാക്കി പറഞ്ഞപ്പോൾ ഈ ചങ്ങാതി ആദ്യമായിട്ടാണ് അഗസ്റ്റിനോട് തട്ടിക്കയറി പറഞ്ഞത്, ഇനി ഒരു വാക്കുപോലും ഈ കൂദാശയ്ക്കെതിരെ സംസാരിക്കരുത്. അധികം താമസിയാതെ ഈ കൂട്ടുകാരൻ മരിച്ചു. പിന്നീട് ഒരു നീണ്ട കാലം അഗസ്റ്റിൻ നഷ്ടപ്പെട്ടു പോയ ഈ സുഹൃത്തിനെ ഓർത്ത്
സുഹൃത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോർത്ത് സദാ നിരാശനായിത്തീർന്നു. ഒടുവിൽ എഴുതിയത് ഇങ്ങനെയാണ്: ദൈവമേ, ഭൂമിയിലുള്ള ഒരു ഫ്രണ്ടിനെ നോക്കി കരഞ്ഞ് ഞാൻ നിന്റെ സ്നേഹം അറിഞ്ഞില്ലല്ലോ. നാലാമതായിട്ട് അന്ധവിശ്വാസങ്ങളുടെ കാലമായിരുന്നു ഇത്. അഗസ്റ്റിൻ്റെ ചിന്തകളെ ക്രിസ്തുവിൽ നിന്നും മാറ്റിയ മതത്തിൽ ചെന്നുപെട്ടു. മനിക്കേയിസം എന്നാണ് ഇതിൻ്റെ പേര്. പേർഷ്യൻ ചിന്തകനായ മാനി എന്നൊരാൾ സ്ഥാപിച്ച മതമാണ്. ക്രൈസ്തവ മതത്തിൻ്റെയും എല്ലാ മതങ്ങളെയും കുറച്ച് ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് രൂപം കൊടുത്ത ഈ മനിക്കേസത്തിലായിരുന്നു 9 വർഷത്തോളം അഗസ്റ്റിൻ ആശ്രയിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളുടെ കാലത്തിലൂടെയും അഗസ്റ്റിൻ സഞ്ചരിച്ചു. അങ്ങനെ യൗവനകാലം ആസക്തിയിൽപ്പെട്ട്, അഹങ്കാരത്തിൽപ്പെട്ട്, നഷ്ടപ്പെട്ടുപോയ ഫ്രണ്ട്ഷിപ്പിനെ ഓർത്ത് വിലപിച്ച് അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി. വീണ്ടും അഗസ്റ്റിൻ പറയുന്നത് തൻ്റെ അമ്മ മോനിക്ക തനിക്ക് വേണ്ടി കരഞ്ഞപേക്ഷിക്കുകയും നിന്റെ കണ്ണീരിൻ്റെ പുത്രൻ നശിക്കുക എന്നത് സംഭവ്യമല്ല എന്നും പറഞ്ഞ് അവൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ തൻ്റെ മകൻ അഗസ്റ്റിനെ വരമേൽപ്പിച്ചതിന് പ്രകാരം അഗസ്റ്റിനെ നഷ്ടപ്പെടുത്താതെ ആ അമ്മയ്ക്ക് ലഭിക്കുകയാണുണ്ടായത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ നമ്മളെല്ലാം നമ്മുടെ മക്കളെക്കുറിച്ച് വളരെയധികം ആകുലപ്പെടുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്ന മയക്കുമരുന്നുകളും ലൈംഗിക ആസക്തികളും മറ്റ് അസ്വസ്ഥതകളും പലരുടെയും ജീവിതങ്ങളെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഗസ്റ്റിന് ലഭിച്ചതുപോലുള്ള കൃപ നമ്മളുടെ മക്കൾക്കും ലഭിക്കുവാനും വിശുദ്ധ മോനിക്കയെപ്പോലെ കണ്ണീരോടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും നല്ല മാതൃകയിൽ ജീവിക്കുവാനും നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്നും നമ്മുടെ യുവജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ആസക്തികളും വെടിഞ്ഞ് ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കാം.